ഒരിക്കലും ലോട്ടറിയും മദ്യവും വളരെ ബോധപൂർവം ആളുകളിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ്. അതെ, ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു പരിഷ്കാരത്തിന്റെ അടയാളമേ അല്ല ഈ ലോട്ടറി. ഇത് അധ്വാനിക്കാതെ എങ്ങനെ സമ്പാദിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. മറ്റുള്ളവർ വിലവെക്കുന്നില്ലല്ലോ, നമ്മൾ വിലയുള്ള ജീവിതം ഉണ്ടാക്കിയ പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലല്ലോ. നമ്മൾ ഇതെല്ലാം സെൽഫ് അസസ്മെന്റ് മാത്രമേ ഉള്ളൂ. ബോധ്യപ്പെടുത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ബോധ്യപ്പെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബോധ്യപ്പെടാതിരുന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു കാലത്തുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടിയാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിലേക്ക് പോയി. അതിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നെഹ്റു അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അധികാരമാണ് പ്രധാനം, സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു ദിവസം പോലും വൈകിക്കൂടാ എന്ന് നെഹ്റു ശഠിച്ചത് കൊണ്ടാണ് ഇന്ത്യ വിഭജിക്കേണ്ടി വന്നത്. അന്ന് റാം മനോഹർ ലോഹിയുടെ വിശദമായ ഒരു ഗ്രന്ഥം അത് പ്രതിപാദിക്കുന്നു. അല്ല, ഇന്ത്യ ഒരിക്കലും വിഭജിക്കപ്പെടാൻ പാടില്ല. വിഭജിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിഞ്ഞുകൊണ്ട് ചൈനയ്ക്ക് നമ്മൾ, അതായത് ഇന്ത്യക്ക് ശത്രുക്കളെ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു. ആകെക്കൂടെ നമ്മൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇതെല്ലാം ഇപ്പൊ ശത്രുക്കളായിപ്പോയ വിഭജിച്ചത് കൊണ്ട് മാത്രമാണ്. നടന്നില്ലായിരുന്നു ഈ ആയുധ എന്താ പറയാ ചെലവുകൾ വല്ലാതെ കുറഞ്ഞു. അല്ല ഇല്ല, പിന്നെ ആ കൂടെ ചൈന മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അവർ ഇത്ര ശക്തി കാണിക്കൂല. ശരിക്കും പറഞ്ഞാൽ റീയുണൈറ്റ് ചെയ്യണം. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെ, ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ മറ്റ് സ്ഥലങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാൻ എല്ലാം കൂടെ ചേർന്ന് ഒരുപക്ഷെ വരും. പിടിച്ചടക്കണം എന്നാണ് പറയുന്നത്. അല്ല, പിടിച്ചടക്കണമല്ല, മീൻസ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ തന്നെ ഇല്ല, അഖണ്ഡ ഭാരതം എല്ലാവരുടെയും ഇതല്ല. അങ്ങനെ RSS യൂറോപ്പിലുള്ള എല്ലാവരും കൂടെ ഒരുമിക്കുന്ന ആരെയും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അവര് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയില്ലേ, യൂറോ ഉണ്ടാക്കിയില്ലേ? അപ്പൊ നടക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇത്രയും സ്വതന്ത്രബോധമുള്ള യൂറോപ്പിന് അവർക്ക് ഐക്യപ്പെടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഈ പറയുന്ന 4-5 കൺട്രിയുടെ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഐക്യപ്പെടാൻ സാധ്യമല്ല. ഐക്യപ്പെടും. മതം ഒരു പ്രധാന ഘടകമാണ്. അല്ല, മതത്തിന്റെ ആധിക്യം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. അതില്ല. കാരണം ഇപ്പോ തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള എല്ലാവരിലും ഉണ്ടെന്ന് വെച്ചോളൂ. അതൊന്ന് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണെങ്കിൽ, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർന്നല്ലോ. അങ്ങനെയാണല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും മുൻപും യുണൈറ്റ് ആയത്. വിഘടന ശക്തികൾക്ക് നമ്മൾ മുഖവില കൊടുക്കാൻ പാടില്ല, അതിനെ ഒതുക്കുക. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ഒരുമിച്ച് നിൽക്കാനുള്ള താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിഘടനം പറയുന്ന ആരാണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ. അല്ല, ഭൂരിപക്ഷം വെച്ചാൽ എല്ലാറ്റിലും സമാധാനകാംക്ഷികളല്ലേ എല്ലാവരും കൂടുതൽ. അല്ല, ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ അഫ്ഗാനിസ്ഥാനിലാണോ നേപ്പാളിലാണോ ബർമയിലാണോ, എല്ലാ രാജ്യങ്ങളിലും ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അധികാരത്തിന്റെ ഭാഗമല്ല. അധികാരത്തിന്റെ ഭാഗമായി ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന വിഘടനവാദവും തീവ്രവാദവും ആളുകളെ ചൂഷണം ചെയ്യാനുള്ള വ്യഗ്രതയ്ക്കുള്ളൂ. സാധാരണ മനുഷ്യനും പാകിസ്ഥാനിലൊക്കെ പല സ്ഥലങ്ങളിലും ആളുകൾ വളരെ സ്നേഹസമ്പന്നരാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കൾച്ചർ തന്നെയാണ് അവിടെ ഉള്ളത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. സാധാരണക്കാര് സ്നേഹസമ്പന്നരാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം അത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്നുള്ളത് അത്രയും ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിലും ഇതേ ആൾക്കാരൊക്കെ തന്നെയാണല്ലോ അവിടെ ഉള്ളത്. ഇപ്പൊ മതം എന്ന് വെച്ചിട്ട് അവിടെ ഇപ്പോ ഇസ്ലാം മതത്തിലുള്ളവര് അവർ തമ്മിൽ തന്നെയല്ലേ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാം മതം ഒരു വിഭാഗമല്ലല്ലോ. നമ്മളിവിടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര
ഒരു ഘട്ടം എത്തുന്നത് വരെ ഈ ജാതി കോമരങ്ങൾ ശക്തമായി. ഗാന്ധിയുടെ വരവോടുകൂടിയാണ് ഈ ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ശരിക്കും ഒരു ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ച അതിനിവിടെ വെക്കുന്ന പൊതു പറക്കില്ല. അതിനെ മറികടന്ന് ഒരു ഗാന്ധിയുടെ ആദ്യത്തെ പൊതുയോഗം പോലൊരു സ്ഥലത്ത് നടക്കുന്ന സമയത്ത് 2 വേദി ഇതുണ്ടായിരുന്നു. ഇരിക്കുന്ന ആളുകൾ 2 സ്ഥലങ്ങളിലും, വേദി ഒരു സ്ഥലത്തും. ആദ്യത്തെ പൊതുയോഗം ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യത്തെ പൊതുയോഗം. അപ്പോൾ ഒന്ന് വൃത്തികെട്ട സ്ഥലത്ത്, കൂടുതൽ ആളുകൾ ഇരിക്കുന്നത് വൃത്തികെട്ട സ്ഥലത്ത്, കുറച്ച് ആളുകൾ ഇരിക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്ത്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വൃത്തിയുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തേക്ക്. അപ്പൊ അവർക്ക് അടുത്ത് കാണാനും അടുത്ത് കേൾക്കാനും പറ്റുന്ന രീതിയിൽ അവര് ദൂരെ വൃത്തിയില്ലാത്ത സ്ഥലം. അപ്പൊ അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അത് ഐക്യജാതിക്കാർക്കുള്ളത്, ഉന്നത വിഭാഗത്തിലുള്ളതാണ്. ഞാൻ പരിപാടി പങ്കെടുക്കില്ല. ഞാൻ അപ്പൊ ഗാന്ധി അന്ന് വലിയ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ ഗാന്ധി പോയി കഴിഞ്ഞാൽ ആ പൊതുയോഗത്തിന് ഒരു പ്രശ്നമായി. കോൺഗ്രസിന് അത് വലിയ ക്ഷീണവും. ഗാന്ധി ഇത്രയും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആദ്യത്തെ പൊതുയോഗം കളി വന്ന ബ്രിട്ടീഷുകാർ വിജയിച്ചല്ലോ. അപ്പൊ ഇവര് കോംപ്രമൈസിന് തയ്യാറായി. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു വേദിയിൽ എന്താണ് സംസാരിക്കും. അപ്പൊ കോംപ്രമൈസ് എന്താണ് പുള്ളി പറഞ്ഞത്? ഒന്നുകിൽ അവർക്ക് കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അത് എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല. പറഞ്ഞു ഞാനിരിക്കുന്ന വേദി അവരുടെ സ്ഥലത്തേക്കാക്കി, അതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരാണല്ലോ കേമന്മാര്. അതെ. അപ്പൊ ഞാനാണല്ലോ പ്രസംഗിക്കാൻ വരുന്ന ആൾ. അപ്പൊ ഞാനിരിക്കുന്ന അവരുടെ കൂടെ ഇരിക്കാം, നിങ്ങൾ വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം. അതിന് ഈ ഉന്നത കുലജാതർ വഴക്കിയിട്ടാണ് ആ പൊതുയോഗം. അവർക്ക് മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. അല്ല, സമ്മതിക്കില്ല ഇവര്. ആദ്യത്തെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഇതേ ഉള്ളൂ. ഒരു മിനിമം വിജയം കൈവരിക്കുക എന്നുള്ളതാണ് സമയത്ത് ആ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതെ. ഇയാൾ പിണങ്ങി പോയി വെക്കുക, അതോടുകൂടെ കഴിഞ്ഞില്ലേ. പിന്നെ ഒരിക്കലും കൂടിച്ചേരാൻ പോകും. പിന്നെ കോൺഗ്രസിനകത്ത് പുള്ളിക്ക് സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ വിട്ടുപിടിക്കായിരുന്നില്ലേ, ഡയലോഗ് ചെയ്ത് എന്നിട്ട് എന്താ പറയണത്? ഗാന്ധി ഈ ദളിതുകൾക്കെതിരെ, ദളിതുകളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഗാന്ധിയുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ നോക്കിയാൽ കാണാം, ദളിതുകളെ അംഗീകരിക്കാൻ വേണ്ടി ഗാന്ധി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ കഥ പറയല്ലോ. ആശ്രമത്തിനകത്ത് കസ്തൂർബ ഇവരുടെ കക്കൂസ് വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന്. അത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഇതൊന്നും. അപ്പൊ അങ്ങനെ ഒരു ഹരിജൻ കുടുംബത്തിന്റെ അവര് ഓരോ കോട്ടേജാണ്. ഹരിജൻ കുടുംബമാണെന്നുള്ളതുകൊണ്ട് ആ കോട്ടേജ് വൃത്തിയാക്കാൻ താല്പര്യമില്ലാത്ത ആൾ ഈ ആശ്രമത്തിൽ താമസിക്കണം. അതോടുകൂടെ ആശ്രമത്തിലെ മുഴുവൻ കുടുംബങ്ങളും അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഗാന്ധി അങ്ങനെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. ഒന്നാമത്തെ. രണ്ടാമത് വന്നത് ഈ നെഹ്റുവും പട്ടേലും ഒന്നുമല്ല ഈ ഗാന്ധി ആശ്രമത്തിന് വേണ്ടിയുള്ള നടത്തിപ്പ് ചെലവുകൾ. അത് മറ്റു പല ആളുകളാണ്. ഈ നെഹ്റു പട്ടേലിനെ പോലുള്ള ആളുകളുടെ പണം ഇദ്ദേഹം സ്വീകരിക്കാറില്ല. അതങ്ങനെ ഒരു ചില നിബന്ധനകൾക്ക് അടിസ്ഥാനം. അത് പറഞ്ഞാൽ ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഗാന്ധി ആശ്രമത്തിലേക്ക് സംഭാവനകൾ സ്വീകരിക്കൂ. ആ നിബന്ധനയിൽ ഇവരില്ല. എന്ന് വെച്ചാൽ അപ്പൊ തന്നെ അദ്ദേഹത്തിന് അറിയാം അവിടെ വേറെ എന്തോ പ്രത്യേക. അപ്പൊ അങ്ങനെ അപ്പോ ഈ നിബന്ധനകൾക്ക് വിധേയമായി സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, അങ്ങനെ ഒരു ഹരിജൻ കുടുംബത്തിന് ഫേവർ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ സാമ്പത്തിക സഹായം നിർത്തുന്നു. ചർച്ചകൾ പുരോഗമിച്ചു. മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കുറച്ച് ദിവസം കൊണ്ടെത്തി. നാളെ അപ്പോൾ ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശ്രമ സംവിധാനം പിരിച്ചുവിടേണ്ടി വന്നാൽ പോലും ഈ പറഞ്ഞ ഹരിജൻ കുടുംബത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആശ്രമ പ്രവർത്തനം ഞാൻ തയ്യാറല്ല. അപ്പോൾ അവര് ഒരു ദിവസം വൈകുന്നേരം മീറ്റിംഗ്, എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥനായോഗമുണ്ട്. ആ പ്രാർത്ഥനായോഗത്തിൽ നമ്മൾ ഇന്നത്തോടുകൂടി നമ്മുടെ ആശ്രമ ജീവിതം അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി മുന്നോട്ട് പോകുന്ന സാമ്പത്തിക സംവിധാനമില്ല, എല്ലാവരും നമ്മുടെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് അവരോട് കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം, ഞാൻ ഇതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു.
അങ്ങനെ പ്രാർത്ഥനാ യോഗം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആശ്രമത്തിന് മുമ്പിൽ ഒരു വണ്ടി വന്ന് നിന്നിട്ട് ഗാന്ധിജിക്കൊരു സന്ദേശം, ഞാൻ കുറെ കാലമായി എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ആശ്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സംഭാവന തരണമെന്നുള്ളത്. അത് ഇത്ര കാലമായിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആരാണെന്ന് പരസ്യപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. പക്ഷെ എന്നെ വിശ്വാസമുണ്ട്, അങ്ങ് പറയുന്ന ഈ നിബന്ധനകളുണ്ടല്ലോ, മാനദണ്ഡങ്ങൾ, ഈ നിബന്ധനകൾക്ക് വിധേയമായി ആണ് ഞാൻ ഈ പറയുന്ന സംഭാവന തരുന്നതിന് വേണ്ടിയുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് ഈ സംഭാവന സ്വീകരിക്കണം അഭ്യർത്ഥിക്കണമെന്ന്. ആരാണെന്ന് ഉൾപ്പെടുത്തിയില്ല. ഇല്ല. അങ്ങനെ അദ്ദേഹം ആ കാറിൽ വന്ന് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഗാന്ധിജി അതിനെ സമ്മതിച്ചു. അപ്പോൾ വിശ്വാസമാണല്ലോ ഗാന്ധി എപ്പോഴും പറയണത്, ഒരു ആളുകളെ വിശ്വസിച്ചുകൊണ്ടേ നിൽക്കുന്നു. ആ വിശ്വാസത്തിന് വിധേയനായി അദ്ദേഹം ആ സംഭാവന സ്വീകരിച്ചു. അപ്പോൾ അന്ന് പൂട്ടേണ്ട ആശ്രമം തുടർന്നു. അതാണ് ആ പ്രകൃതി എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യും, കാരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് പുള്ളി ഈ വിഭജനത്തിന് തയ്യാറായി എന്നുള്ളതാണ്. അല്ല, വിഭജനം എന്നെ വെട്ടിമുറിച്ചുകൊണ്ടേ വിഭജനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വാശി പിടിച്ച് നിർബന്ധിച്ചു നിന്നിരുന്നൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ പറയുന്ന വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഗാന്ധിജിയുടെ സമ്മതത്തോടു കൂടി ചെയ്തു എന്നാണ്. ഗാന്ധിജി അതിനുവേണ്ടി ഇവര് തമ്മിലുള്ള എന്താ പറയുക, ഹിന്ദു മുസ്ലിം ഇതുണ്ടല്ലോ, അക്രമങ്ങളുണ്ടല്ലോ, അത് നടക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം സ്വന്തം ജീവൻ ബലിയർപ്പിച്ചാണ് ഇവിടെയൊക്കെ നടന്നു പോയിട്ടുള്ളത്. നഗ്നപാതനായി ഇദ്ദേഹം നടന്നു വരുന്ന നവകാലിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇദ്ദേഹം നടന്നു പോകുന്ന വഴികളിൽ പിച്ചില് പൊട്ടിച്ചിട്ടു ഇയാളുടെ കാല് മുറിയാൻ വേണ്ടിയിട്ട്, ഇയാളെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതികൾ പലതും ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം, ഇങ്ങനെ വെട്ടിയും കുത്തിയും മരിക്കുന്ന ആളുകൾ ഇത് നടക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞാണ് ഇറങ്ങി നടന്നത്. അത് മൗണ്ട് ബാറ്റന്റെ ബുക്കിൽ അവസാനം അത് പറയുന്നുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിൽ 36,000 പട്ടാളം ഇറങ്ങി, ആയുധധാരികളായ പട്ടാളം ഇറങ്ങിയിട്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. പക്ഷെ വൺ മാൻ ആർമി കൽക്കത്തയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ആയുധങ്ങൾ ആ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച അവര് എന്താ പറയാ പശ്ചാത്തപിച്ചു പോയി. അതാണ് വൺ മാൻ ആർമി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ചില സംഭവങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചരിത്ര പഠനത്തിന് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് അങ്ങനെ ഒരു അവസരങ്ങൾ ശരിക്കും പറഞ്ഞാല് യഥാർത്ഥ ചരിത്രമല്ല നമ്മൾ പഠിക്കുന്നത്. പല ചരിത്ര സംഭവങ്ങളും വളച്ചൊടിക്കപ്പെട്ടതാണ്. വളച്ചൊടിച്ചതിനേക്കാളും പ്രത്യേകിച്ച് ഈ ജാതി വരേണ്യവർഗത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. പലതും വളച്ചൊടിക്കൽ മാത്രമല്ല, അത് ചില ചരിത്രമൊന്നും അറിയാനുള്ള അവസരം ഉണ്ടായില്ല. അതാണ് വളച്ചൊടിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഈ സാധനം ഇവിടെ ഉണ്ട്, ഇത് ആരും കാണാൻ പറ്റില്ല. നമ്മള് പാഠപുസ്തകത്തിൽ വരേണ്ട കാര്യങ്ങൾ ഇത് വരാൻ പാടില്ല, ഇന്നത് വരാൻ പാടില്ല, ഇന്നത് വരാൻ പാടില്ല പറഞ്ഞാൽ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുക. നമ്മളിപ്പോ പണ്ട് സംസ്കൃതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, സാധാരണ മനുഷ്യന് ഇത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചതുപോലെ പുതിയ ലോകം ഇത്തരത്തിലുള്ള ടോൾസ്റ്റോയുടെ, ഗാന്ധിയുടെ, ബുദ്ധന്റെ ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. സോക്രട്ടീസിന്റെ ഇപ്പോഴും മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ, അതല്ലേ ബോധിസത്വനെ കുറിച്ചൊക്കെ പറഞ്ഞത്, ഇത് മറച്ചു വെക്കുന്നതോടുകൂടിയാണ് ആളുകൾ ഈ അറിവില്ലായ്മയിലേക്ക് ഇങ്ങനെ കൂട്ടി വീഴും. അപ്പോ ഈ അറിവുകൾ ലഭിക്കുന്നതോടുകൂടി പറയുന്ന അന്ധകാരത്തിൽ നിന്ന് ആളുകൾക്ക് നല്ല ജീവിതത്തിലേക്ക് വരാനുള്ള അവസരങ്ങളുണ്ട്. അത് വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ചൂഷണം സാധ്യമല്ല. അത് ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിന്റെ ചില താല്പര്യങ്ങളാണ്. അടിസ്ഥാനപരമായി അധികാരം, പവർ പൊളിറ്റിക്സ്. പഞ്ചായത്ത് അതിൽ ചെയ്യുന്ന ഗ്രാമസഭയിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല? അപ്പൊ നമ്മൾ 50 വീട് പാസ്സാക്കി. 50 വീട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് 500 അപേക്ഷ കിട്ടി. അപേക്ഷകളുടെ ലിസ്റ്റ് ഇതാണ്. നമ്മുടെ നിയമപ്രകാരം ഗ്രാമസഭയിൽ ഇത് ഇങ്ങനെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. വെറുതെ വായിക്കുകയല്ല, ആർക്ക് വേണമെങ്കിലും ഒന്ന് വായിക്കാവുന്ന രീതിയിൽ അവിടെ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള മാർക്കുകൾ എത്രയാണെന്നുള്ളത്, എന്തടിസ്ഥാനത്തിലാണ് മാർക്ക് കിട്ടുന്നത് പബ്ലിഷ് ചെയ്യും. എന്നിട്ടത് ഇന്ന ആളുകൾക്ക് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇതാണെന്ന് പറയും. PSCയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോലെയാണ് നമ്മൾ വീടിന് അപേക്ഷ മാനദണ്ഡം നോക്കിയിട്ട്
പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കണം. അത് സുതാര്യമായ രീതിയിൽ പബ്ലിഷ് ചെയ്യും. കേരളത്തിൽ എവിടെയും നടക്കുന്നില്ല. അത് നടത്താൻ സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല. ജനകീയാസൂത്രണം വന്ന ആദ്യത്തെ 1-2 ഗ്രാമസഭകളിൽ നടന്നു ഈ പറയുന്ന പ്രവർത്തനം നടന്നു. അപ്പൊ പാർട്ടിക്ക് മനസ്സിലായി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യം വിട്ടു. പാർട്ടികൾക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് പാർട്ടിക്ക്, പ്രത്യേകിച്ച് ജനകീയാസൂത്രണം കൊണ്ടുവന്ന പാർട്ടിക്ക്. മറ്റു പാർട്ടികൾക്ക് ഇത് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്കൊന്നും ചെയ്യാനില്ല. ഇവരങ്ങനെയല്ല, ഇവര് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ. നമ്മൾ പെരിയാർ ടൈഗർ റിസർവില് ഇക്കോ ഡെവലപ്മെന്റ് ചെയ്തല്ലോ, അതിന്റെ ഏറ്റവും പ്രധാന അന്തസത്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾ, അവരുടെ നന്മതിന്മകളും പോരായ്മകളും കഴിവുകളും സാധ്യതകളെല്ലാം അവർ തന്നെ ചർച്ച ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. അതിൽ എന്തൊക്കെ പ്രവർത്തനം അവിടെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതിനകത്ത് സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവും സാങ്കേതികവും എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ചില പ്രവർത്തനം ചെയ്യാൻ തീരുമാനിക്കും. അതിനകത്ത് ഗുണഭോക്താക്കളെ എങ്ങനെ കണ്ടുപിടിക്കും, അതും ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പണ്ട് ഈ PRAയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, വെൽത്ത് റാങ്കിങ്. അത് വെൽത്ത് റാങ്ക് മീൻസ് വെൽത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മളവിടെ വെൽത്ത് റാങ്കിങ് ചെയ്തില്ല, സോഷ്യൽ റാങ്കിങ്. അതിനകത്ത് സാമ്പത്തികവും ഉൾപ്പെടും. അപ്പോൾ ഒരു ശരിക്കും ജെന്യൂനായിട്ടുള്ള ഒരാൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരിക. നമ്മളവിടെ ഏതെങ്കിലും എന്താണ് വീട്ടില് TV ഉണ്ടോ, അല്ലെങ്കിൽ സൈക്കിളുണ്ടോ, ബൈക്കുണ്ടോ, കാറുണ്ടോ, ഇത്ര മാസ വരുമാനം, ഇത് നോക്കിയിട്ടേ അല്ല. മാസ വരുമാനം ചിലപ്പോൾ 30,000-40,000 വരുമായിരിക്കാം. പക്ഷെ അവന്റെ ജീവിതം സോഷ്യോ ഇക്കണോമിക് സർവേ അതല്ല അല്ല. മീൻസ് അത് പ്രകാരം നോക്കിയാൽ അവന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവന്റെ ജീവിത നിലവാരം നോക്കിയാൽ വളരെ മോശമാണ്. സോഷ്യൽ ലൈഫ് സ്റ്റൈലാണ് നോക്കുന്നത്. പിന്നെ അവന് അതിൽ നിന്ന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് നോട്ടം. ഇപ്പൊ സാമ്പത്തികം ഉള്ളവനാണെങ്കിൽ അതിനെ സേവിങ്സിലേക്ക് മാറ്റണം. ഇപ്പൊ അവന്റെ പ്രശ്നം പരിഹരിക്കുക, അതോടൊപ്പം അവന്റെ ജീവിത നിലവാരം ഉയർത്തുക. അങ്ങനെയാണ് സേവിങ്സ് മാറ്റുന്നതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ കടങ്ങൾ വാങ്ങിക്കുക, പലിശ അടയ്ക്കുക. അവരെല്ലാം കടക്കണേന്ന് മുക്തമാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി അതാണ് ട്രൈബൽ മേഖലയിൽ ചെയ്തത്. മണപ്പുറം ഫിനാൻസ്, ഇസാഫ്, അതുപോലെ ഒരു 10-13 എണ്ണം ഉണ്ടെന്ന്. ഈ ചിറ്റൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ വിക്ടിംസ് ഉണ്ടായിട്ടുള്ളത്. പട്ടിപ്പലിശക്കാർ. അത് പറയുമ്പോൾ തമിഴന്മാരിൽ മാത്രം പട്ടിപ്പലിശക്കാരെന്ന് പറയും. മണപ്പുറത്തിനെയൊക്കെ അവർ ബാങ്കിങ് സെക്ടർ എന്ന് പറയും. അതായത് നമ്മുടെ പട്ടിപ്പലിശ നാരങ്ങ വെള്ളവും ലൈം ജ്യൂസ് എന്ന് പറഞ്ഞ പോലെ. നാരങ്ങ വെള്ളം വേണ്ട, ലൈം. തമിഴ്നാട്ടിൽ നിന്നുള്ള പലിശ എന്ന് പറയുന്നത് പലിശ നിരക്ക് താരതമ്യേന കുറവാണ്. 1,00,000 രൂപയ്ക്ക് 3,000 രൂപ ഒരു മാസവും, അല്ലെങ്കിൽ 4,000, മാക്സിമം 6,000 രൂപ. ഇവിടെ നോക്കുന്ന സമയത്ത് 1,000 രൂപയ്ക്ക് 100 രൂപയാണ് ഒരാഴ്ച പലിശ. ഡെയിലി ഉള്ളതറിയോ? അത് ഡെയിലി പലിശ പറയും. ഇവിടെ വലിയങ്ങാടിയില് അവിടെ കച്ചവടത്തിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് അവർക്ക് 1,000 രൂപ രാവിലെ 1,000 രൂപ കൊടുക്കും. 950 രൂപ 900 രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ 50ന്റെ എനിക്കറിയില്ല, 900 രൂപ കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. 900 രൂപ കൊടുക്കും, വൈകുന്നേരം 1,000 രൂപ തിരിച്ചു കൊടുക്കും. കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ട് 10%. അവര് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല, കാരണം ഞങ്ങളുടെ രാവിലെ എണീറ്റ് 1,000 ഇല്ലല്ലോ. ഇന്നലെ കിട്ടിയ പൈസ മുഴുവൻ ജവാൻ മിലിറ്ററി സാധനം വാങ്ങിച്ചു. അപ്പം ഇനിയിപ്പോ രാവിലെ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,000 കിട്ടണം. അപ്പൊ അവര് പറയണമെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവായിട്ടും പറയേണ്ട ആൾക്കാർ ഈ ആളുകളെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ ഫാക്ടറും കൂടെയാണെന്നാണ് പറഞ്ഞത്. അതിന്റെ പിന്നിലുള്ള ചൂഷണത്തെ കുറിച്ച് ഇവർ പറയാൻ തയ്യാറില്ല. എന്തിനാണ് ഭരണകൂടം? അതായത് നമ്മുടെ ഭരണകൂടത്തിന് എന്തൊക്കെ ചെയ്യാൻ? അതിനാണ് കുടുംബശ്രീ ഉണ്ടാക്കി. ആ കുടുംബശ്രീ ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവരിതൊക്കെ ഉണ്ടാക്കി തുടങ്ങി വെച്ച് ആളുകളെയൊക്കെ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഈ മണപ്പുറം ഫിനാൻസുകാരുമായിട്ട് ഈ അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അവരുമായിട്ട് കണക്ട് ചെയ്തു. അവരുടെ ഏജന്റാണ് പോയി. ഇവര് മണപ്പുറംകാർ വന്നാലും ഇസാഫുകാർ വന്നാലും ആര് വന്നാലും ഈ കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിന്റെ ഭാരവാഹികളുമായിട്ടാണ് ടൈപ്പ്. എന്നിട്ട് അവരുടെ പേരിൽ ഒരു JLG ഉണ്ടാക്കും. എന്നിട്ട് പരസ്പരം കണക്ട് ചെയ്ത്, അതായത് പണം പിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അയൽക്കൂട്ടത്തിന്റെ കൺവീനറോ സെക്രട്ടറിയോ പ്രസിഡന്റോ ചെയ്യണം. ആ നിലയ്ക്ക് ഈ കച്ചവടം ഉറപ്പിക്കാനുള്ള ഒരു ഏജൻസി ആക്കിയിട്ട് ഇതിന് മാറ്റി ഒരു സംവിധാനം. നമ്മളിപ്പോ കംപ്ലീറ്റ് കവറേജ് ആണ്. ഇപ്പോ
മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ കംപ്ലീറ്റ് കവറേജിലാണ്. ഈ കംപ്ലീറ്റ് കവറേജ് മൈക്രോ ഫിനാൻസ് നടക്കുന്ന ഒരു കുടുംബശ്രീ സംവിധാനം കേരളത്തിലുണ്ടാകും. എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾ വരുന്നത്? ഒരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പൊ അത് എന്തുകൊണ്ട് വന്നു? അത് ആ വരുന്നതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും രാഷ്ട്രീയ ചർച്ചകളില്ല. മിക്കവാറും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കണക്കില്ല, പ്രത്യേകിച്ച് സാധാരണക്കാരായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു. 100-300 സ്ത്രീകളാണെങ്കിൽ 300, 350, 400 രൂപ കിട്ടും. ചില സ്ഥലങ്ങളൊക്കെ 600 രൂപയുണ്ട്. പുരുഷന്മാരാണെങ്കിൽ 600, 700, 1200 രൂപ വരെയുണ്ട്. ഉണ്ടെങ്കിലും വലിയ തോതിൽ ചെലവാകുന്നത് സ്ത്രീകളുടെ കയ്യിൽ നിന്നും പലിശക്കാരനും പോകും, പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് അത് ബിവറേജ് മദ്യത്തിനും പോകും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിലിമൻ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ചൂഷണ പദ്ധതിയാണ്. അത് മാത്രം ലോട്ടറി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും ലോട്ടറിയും മദ്യവും വളരെ ബോധപൂർവം ആളുകളിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ്. അതെ, ഒരിക്കലും ഒരു ഒരു പരിഷ്കാരത്തിന്റെ അടയാളമേ അല്ല ഈ ലോട്ടറി. ഇത് അധ്വാനിക്കാതെ എങ്ങനെ സമ്പാദിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു. പിന്നെ കിട്ടിയ സമ്പാദത്തിന് കുട്ടികളോട് ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അവർക്ക്? ഒരു അസൈൻമെന്റ് ഒരു ബുദ്ധിമുട്ടില്ല, അവർ ഈവനിങ് വാക്കാവും. നിങ്ങൾക്ക് ഒരു ഈവനിങ് വാക്ക് വരൂ, രണ്ടുപേരും കൂടെ ഈ റോഡ് കൂടെ ഇങ്ങനെ പതുക്കെ നടക്കുക. ഇതാണ്ട് ഒരു തെങ്ങ് കണ്ടില്ലേ, അവിടെ ഒരു ചായക്കടയുണ്ട്, അവർ കൊടുത്തിട്ട് വാ. ഈ ഗ്ലാസ് നമ്മുടെ അവരെയോ? നമ്മുടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും, അത് കഴുകി വെച്ചോ. ഒരു മിനിമം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ ഇടത് ഭാഗത്താണ് കട. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോറിക്ഷ നിൽക്കണതാണ്, കണ്ട? ആ ഓട്ടോറിക്ഷ നിൽക്കണതിന്റെ ഇടത് ഭാഗത്ത് തെങ്ങ്, അവിടെ ചായക്കട കണ്ട അറിയുന്നു. ചായക്കട ഒരു മിനിറ്റ്, പൈസ കൊടുക്കണ്ടേ? കൊടുത്തിട്ട് വാ. ഇയാൾ എന്തിനിപ്പോ പൈസ കൊടുക്കണം നോക്കണ? മനസ്സിലാണ് എടുക്കണേ, ഇവന് വല്ലതും ഉണ്ടോ? അത് നമ്മൾ അല്ല, ഇവനിപ്പോ നമ്മൾ കൊടുത്ത സാധനമില്ലേ, ഇതിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഡോക്ടർ കെ അരവിന്ദ്. നമ്മള് എന്താ പറയാ, സഹജീവി സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാ, നല്ല എല്ലാം കഴിച്ചിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സാധനം അങ്ങനെയല്ല, നമ്മൾ കഴിക്കുന്ന വൃത്തികെട്ട സാധനത്തിനെ അവരെ കൊടുത്ത് ശീലിപ്പിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ടും ഉണ്ട്. നമ്മൾ ബാക്കി വരുന്നതാണ് നമ്മൾ പറയുന്നത്. അവര് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന വൃത്തികെട്ട സാധനത്തിന് അവരിൽ കൊടുത്തിട്ട് അവരിത് കഴിച്ച് ശീലിപ്പിക്കും. പിന്നെ അവരിത് ഇങ്ങനെ കഴിച്ച് ശീലിപ്പിച്ച് ഇപ്പൊ എന്താ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വയലന്റ് ആയി. അത്രേ ഉള്ളൂ. സാധാരണ ബ്രോയിലർ ചിക്കന്റെ വേസ്റ്റ് കഴിക്കലാണ് പ്രധാന, പ്രത്യേകിച്ച് തെരുവിൽ കഴിയുന്ന നായ്ക്കളുടെ എണ്ണം കൂടാനുള്ള കാരണം. അതുപോലെ അക്രമവും അതുകൊണ്ട് തന്നെ വയലൻസ് കൂടുന്നതിന്റെ കഴിക്കുന്ന ഫുഡ് അത് മനുഷ്യനിലുള്ള വയലൻസ് ആണെങ്കിലും ഈ പറയുന്ന മറ്റ് സഹജീവികളിൽ വയലൻസ് കൂടി വരുന്നൊക്കെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതായി തീരും. അതാണ് എന്റെ സയൻസ്. അത് അടിസ്ഥാനപരമായി നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാനോ നമുക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കാനോ ഭരണകൂടം ഈ പഠന പ്രക്രിയ മുഴുവൻ ഭരണകൂടത്തിന്റെ ഭാഗമാണ്. ഭരണകൂടം തയ്യാറാകുക എന്നുള്ളത് പണ്ടെങ്ങനെയായിരുന്നു വെച്ചാല്, ഈ ഭരണകൂടം വേറെയായിരുന്നു, ഗുരുകുലം വേറെയായിരുന്നു. അപ്പോ രാജാവിന്റെ മകനാണെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുകുലത്തിൽ പോകണം. മറ്റേതങ്ങനെയല്ല. ചില രാജാക്കന്മാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുവിനെ രാജധാനി കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് അവിടെ കുട്ടികളെ അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്ത രാജാവിന്റെ മക്കളൊക്കെ തോന്നിയാസികളും ജനപക്ഷമില്ലാത്ത ആൾക്കാരായിട്ട് മാറി. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവന്റെ പഠനകാലത്ത് എല്ലാ പ്രശ്നങ്ങളും അറിയാനുള്ള വേദിയില്ല. ഗുരുകുലത്തിലാകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്നവന്റെ ഗുരുകുലത്തില് എല്ലാവരും പട്ടിണിയാണ്. വിറക് വെട്ടണം, ഭക്ഷണം പാചകം ചെയ്യണം, വീട് വൃത്തിയാക്കണം, വെള്ളം കോരണം, എല്ലാവരും ചെയ്യണം. അത് രാജാവിന്റെ മകന് ടെൻഷനൊന്നും ഇല്ലല്ലോ. എല്ലാവരും എല്ലാ പണിയും ചെയ്യണം. അതിൽ പിന്നെ ഓരോരുത്തര് അവരവരുടെ ഫീൽഡില് സ്റ്റാർ ആവുക. അതില് അവർക്ക് ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. ഇതിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടിയും ഇവിടെ വരും. അപ്പൊ എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ ഭരണാധികാരിക്ക് ഉണ്ടാവുന്നതാണ്. വരാനിരിക്കുന്ന ഭരണാധികാരിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് മറ്റേതല്ലോ. രാജകൊട്ടാരത്തിൽ വിദ്യാഭ്യാസം ചെയ്ത പിന്നെ ഇവരിത് എങ്ങനെ അറിയുന്നു?
അപ്പം ഈ ഇവന്റെ സ്കൂള് കഴിഞ്ഞ രാജകുമാരന്മാര് അല്ലെങ്കിൽ രാജകുമാരിമാര് നേരിട്ട് രാജധാനിയിലേക്ക് പോകും. ബാക്കി ഈ വിദ്യാലയത്തിൽ നിന്ന് ഗുരു താമസിക്കുന്ന സ്ഥലത്തേക്ക് ഗുരുവും സംവിധാനങ്ങളും പോകും. അപ്പൊ ഇതൊന്നും അറിയാനും പഠിക്കാനും സംവിധാനവും ഇല്ല. നമുക്കിപ്പോ ഈ ഒരു ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആ സംവിധാനത്തിനെ ഇവര് ക്യാപ്ചർ ചെയ്തു. ഭരണകൂടം ഗുരുകുലങ്ങളെ ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് അത് കച്ചവട സ്ഥാപനമാക്കി മാറ്റി. അപ്പൊ നെഹ്റു വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായി? 70. താങ്ക് യു. അപ്പോ ഈ ലക്ഷങ്ങളുടെ പദ്ധതി എനിക്ക് സ്വീകാര്യമല്ല. വിദ്യാഭ്യാസത്തിന് എന്തിനാണ് ലക്ഷങ്ങളുടെ പദ്ധതി? വിദ്യാഭ്യാസം സമ്പൂർണ്ണ സ്വാശ്രയത്വത്തോടു കൂടിയായിരിക്കണം. അപ്പൊ നമ്മുടെ അടിവേരുകളെ അറക്കുന്ന പദ്ധതികളാണ് പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. ഇതാണ് ഗാന്ധിയുടെ ദർശനത്തിലുള്ള വിദ്യാഭ്യാസം. ഇവരുണ്ടല്ലോ മറ്റെന്താ പറയാ, ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ഒരു പേര്, ആ ബുക്കിന് ഒരു പേരുണ്ട്. അത് വളരെ വിശദമായിട്ട് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അല്ല, അത് ജപ്പാന്റെ. ഇവിടെ ഒരു നമ്മുടെ ഇന്ത്യൻ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ഈ വേരുകൾ, ഈ വേരുകൾ പുഴക്കിയെടുത്തിട്ട് അവൻ പരിശോധിച്ചതിനെ നശിപ്പിച്ചതാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ വേരുകളെ ഈ എന്താ പറയാ പുഴക്കിയെടുത്തിട്ട് അതിനെ നശിപ്പിച്ചു എന്നുള്ള ആ രീതിയിൽ അവരത് പറഞ്ഞു. എനിക്ക് അതിന്റെ പേര്, ബ്രിട്ടീഷുകാർ വരുന്നത് വരെ മറ്റൊരുപാട് ആളുകൾ ഇന്ത്യൻ സമൂഹത്തെ അടിമയാക്കി വെച്ചിട്ടുണ്ട്. അവര് പിടിച്ചെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവരാരും ഇവിടുത്തെ സംസ്കാരത്തെ തകർത്തിട്ടില്ല എന്നാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ ഭക്ഷണ രീതികൾ, ഇവിടുത്തെ കൃഷി സമ്പ്രദായങ്ങൾ, ഇവിടുത്തെ ജനജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു പല ഘടകങ്ങൾ അതിനൊന്നും തകർത്തില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങളെ നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടെ നടക്കാൻ പറഞ്ഞു. തുർക്കികളാണ് നമ്മുടെ നളന്തയൊക്കെ തന്നെ ചുട്ടരിച്ചത്. തുർക്കികൾ നളന്ത ചുട്ടരിച്ചല്ല, ഈ പറഞ്ഞതേ പഠിച്ച റിപ്പോർട്ട് കൊടുത്തു അതന്നല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി അല്ലേ നളന്ത? ലൈബ്രറി തുർക്കികളാണ്. അന്നത്തെ സർവകലാശാലയിൽ ഈ സംരക്ഷിക്കപ്പെട്ടത് അത് പറഞ്ഞാൽ 90% നശിപ്പിച്ചെന്നാണ്. ബാക്കി വരുന്ന 10% ഈ താളിയോല ഗ്രന്ഥങ്ങളും മറ്റേ ഇതുണ്ടല്ലോ തകിടുകളിലുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞത്, അത് തന്നെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ബാക്കി 90% എത്ര ഉണ്ടാവുന്ന ചോദിക്കും. വൈജ്ഞാനിക അത്രമാത്രം ആഴങ്ങളിൽ ഞാനതിൽ കാണുന്നത് അതൊക്കെ പോയി എന്നുള്ളത് ഒരു സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഉദിച്ചു വന്ന ചിന്തകളും ആശയങ്ങളും പ്രവൃത്തികളും അനുഭവങ്ങളൊക്കെയാണല്ലോ അതിനകത്തുള്ളത്. അതിനുള്ള ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, ഓരോ കണ്ടെത്തലുകളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ മനുഷ്യന്റെ ജീവനകത്തുണ്ട്. കാരണം ആ ജനറേഷൻ ആണല്ലോ ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇതിനെ ഒന്ന് തട്ടി ഉണർത്താനുള്ള ഒരു അവസരം കിട്ടിയ അതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഇത് അതാണ് ഈ യോഗശാസ്ത്രത്തിനൊക്കെ അങ്ങനെ ഒരു ചില ഗുണങ്ങളുണ്ടല്ലോ. അത് നിരവധി വിദ്യകളിൽ ഒന്ന് മാത്രമാണ് യോഗ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ സമഗ്രമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് യോഗ. ആ സമഗ്ര വിദ്യാഭ്യാസത്തിൽ ഒരുപാട് എഴുത്തും വായന എന്ന് പറയുന്ന 2 വിദ്യകൾ മാത്രമല്ല നമ്മൾ അഭ്യസിക്കുന്നുള്ളൂ. ഏതെങ്കിലും കുട്ടിക്ക് നീന്താനറിയോ, മരം കയറാനറിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർവെസ്റ്റ് ചെയ്യാനറിയോ, ഒന്ന് കൃഷി ചെയ്യാനറിയോ, ഞങ്ങൾ നടാനറിയോ, ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഉള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസം അതാണല്ലോ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തൊഴിലും വേണം, ഹ്യൂമൻ വാല്യൂസ് വേണം. തൊഴിൽ എന്ന് പറയുന്നത് ലാംഗ്വേജസ് അറിയണം, വിവിധ തരത്തിലുള്ള വിദ്യകൾ പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായി വരുന്ന അറിവും കഴിവും നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ ഭക്ഷണം നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം മറ്റുള്ളവരുടെ മുമ്പിൽ അടിമപ്പെടാനുള്ള അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കുറയുന്ന പറയും. ഭക്ഷണത്തിലാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഞ്ചപോഷണം കേന്ദ്രീകരിച്ചായിരിക്കും പറയേണ്ടാവുക എന്ന് വിചാരിക്കുന്നു ഞാൻ. കുടിവെള്ളമാണെന്നുണ്ടെങ്കിലും ശുദ്ധവായു ആണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരമാണെന്നുണ്ടെങ്കിലും ഈ പഞ്ചപോഷണത്തിൽ വരുന്ന അതിൽ നമ്മൾക്ക് സ്വയം പര്യാപ്തരാവാൻ
ആളുകളെ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് അത്ര ഏറ്റവും മികച്ചതെന്നല്ല. അതില് കായികനികൾ ഭക്ഷിക്കുന്നവനുണ്ടല്ലോ, പാകം ചെയ്യാതെ കായികനികൾ ഭക്ഷിക്കുന്നവൻ, അതുപോലെ പിന്നെ കായികനികളുടെ ഫലമൂലാദികൾ ഭക്ഷിക്കുന്നവനാണ് അത്ര ഏറ്റവും, അതിനുവേണ്ടി ഇവനെ പ്രാപ്തരാക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വാഞ്ചയാണ് അത്ര മനുഷ്യൻ ഈ മരം കയറാൻ വേണ്ടി. അവൻ ഒരു കുട്ടിയെ സാധാരണ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടി മരം കയറാൻ ശ്രമിക്കുന്ന, ചുമരാണെന്നുണ്ടെങ്കിൽ ചുമരിൽ കൂടെ കയറാൻ ശ്രമിക്കുന്നവൻ. അത് മാത്രമല്ല, എല്ലാവർക്കും കാട് ഭയങ്കര താല്പര്യം. എന്താ കാട് താല്പര്യം? കാട്ടിലേക്ക് പോകാനുള്ള ഒരു അഭിവാഞ്ചി എല്ലാവർക്കും ഉണ്ട്. അത് ജനറ്റിക്കലി ഉള്ളതാണ്. മനുഷ്യൻ കാട്ടിൽ താമസിച്ചു, കായികനികൾ ഭക്ഷിച്ചു, കാട്ടരുവിയിൽ നിന്നും വെള്ളം കുടിച്ചു. ഇതൊക്കെ അവന്റെ ജീനിൽ ഉള്ളതല്ല. അതിനെ നമ്മൾ എത്രമാത്രം ഈ താല്പര്യം നഷ്ടപ്പെടുത്താൻ പറ്റുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പൗരഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധി പറയുന്നത് ഇവിടെ ആശുപത്രികൾ തുടങ്ങിയും സ്കൂളുകൾ തുടങ്ങിയുമാണ് ഇന്ത്യൻ ജനതയെ അടിമയാക്കിയതാണ് ഗാന്ധിയുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മൾ തകർത്തത്. അതെ, അവർ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തോ വലിയ ഈ എന്താ പറയാ മിഷണറിമാര് വന്ന് ഇവിടെ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ള നിലയിലാണ്. മെക്കാളെ പ്രഭു അല്ലേ വിദ്യാഭ്യാസത്തിന്റെ ആള് മെക്കാളയാണ്. പക്ഷെ മെക്കാളെ വരുന്നതിനൊക്കെ മുമ്പ് നമ്മളിവിടെ മിഷണറി പ്രവർത്തനം നടത്തുന്നത് അടിസ്ഥാനപരമായി അവര് വിദ്യാഭ്യാസത്തിലും ആശുപത്രിയിലുമാണ്. ഈ ആശുപത്രികളും വിദ്യാലയങ്ങളുമാണ് നമ്മുടെ ജീവിത അതെ, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അവൻ കപ്പാനുള്ള സാധ്യതകൾ കപ്പ് തരും നമുക്ക്, അവസാനം നമുക്ക് കപ്പ് തരും. നമ്മുടെ ഒരു ഇതില്ലേ എന്താ, ഒരു മലമ്പാമ്പിന്റെ കുട്ടിയെ ഒരാൾ വളർത്തി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അത് നന്നായി വലുതായി കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കില്ല. അടുത്ത് വന്ന് കിടന്നു കഴിഞ്ഞിട്ട് അപ്പോ ഇതിന് ആകെ സങ്കടമായി കഴിഞ്ഞപ്പോ ഇയാള് നേരെ ഇവര് വെറ്റിനറിയുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കുന്നില്ല, കൂടെയാണ് ബെഡ്റൂമിലാണ് കിടത്തുന്നത്, കൂടെ കിടക്കാണ്. അപ്പോ പാമ്പിനെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ അതിനെ കുറിച്ച് അതിന്റെ നീക്കങ്ങളൊക്കെ പരിശോധിച്ച് ഗവേഷണം നടത്തുന്ന ആളാണ്. നീക്കങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അത് നിങ്ങളെ മഴിക്കോളും. പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇയാളെ വിഴുങ്ങാൻ പറ്റുന്ന പാകത്തിന് സെറ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. തയ്യാറെടുപ്പ് നടത്തി അടുത്ത് കിടന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കണതിന്റെ അടുത്ത് വന്ന് കിടന്നിട്ട് ഇതിന്റെ അളവൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 ദിവസം കൂടെ ഉള്ളൂ. അതാണ് നമ്മൾ ഏത് കാര്യവും എല്ലാവരും അടിസ്ഥാനപരമായ സ്വഭാവം ഏതെങ്കിലും ഒരു സമയത്ത് കാണിക്കും. അത് കാണിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? അതല്ല, അത് കാണിക്കാതിരിക്കുന്ന അവിടെയാണ് നമ്മൾ ഈ സംസ്കരണം എന്ന് പറയുന്നത്. ആ കൾച്ചറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ സംസ്കരിച്ച് നമ്മുടെ മനസ്സിനെയും അന്തരാത്മാവിനെയും ഒക്കെ ശുദ്ധീകരിച്ചെടുത്തിട്ടാണല്ലോ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അല്ലേ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റും. ആത്മീയമായി മാത്രം നടക്കും. ആത്മീയ വഴിയിലൂടെ നടക്കും. ആത്മീയത മീൻസ് ഇക്കോ സ്പിരിച്വൽ. അതാണ് ആ സ്പിരിറ്റ് എന്നുള്ള ഒരു സംഭവം അറിയണം. താല്പര്യം അതാണ് ഈ നേച്ചറുമായിട്ടുള്ള കണക്ഷൻ. അതാണ് ഹൂവാമൈ എന്ന് പറഞ്ഞ എന്താ പറയാ രമണ മഹർഷി ചോദിക്കുന്നതാണല്ലോ അടിസ്ഥാനപരമായ ചോദ്യം. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രസക്തിയില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരിനെയൊക്കെ ഇപ്പൊ നമ്മൾ ഗാന്ധി ആവാനും ബുദ്ധനാവാനും ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്.